ഞങ്ങൾ 3 പേര് ഇന്നൊരു ഇഫ്താർ മീറ്റാണ്. എൻ്റെ വീട്ടിലാണ് പരിപാടി. അപ്പം നമ്മൾ തന്നെയാണ് കട്ട്ലറ്റ്, സമൂസ, പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചു, കസ്റ്റാർഡ്, പിന്നെ ബിരിയാമാൻ്റെ സ്പെഷ്യൽ ബിരിയാണി, ഇത്തരം സംഭവങ്ങളൊക്കെയാണുള്ളത്. കുഞ്ഞ് ഇഫ്താറാണ്. സ്റ്റാൻഡ് കൊടുന്നില്ല. അങ്ങനെ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കുള്ള ചിക്കൻ അരിഞ്ഞ് ഉള്ളിലേക്ക് അരിയാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ സെപ്പൂൻ്റെ അമ്മ വന്നിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇടക്കിടക്ക് തരുന്നുണ്ട്. 30 പേരില്ലാതെ നമ്മളെല്ലാവരും പാടെ കയറിയിട്ട് ആകെ ബേജാറായിക്കാണ്. ഇങ്ങനെ ഭയങ്കര ബേജാറിൻ്റെ ആളാണ്. സംഭവം നമ്മളെല്ലാവരും അടുക്കളയിൽ കയറലും സാധനങ്ങൾ ഉണ്ടാക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും 30 പേർക്ക് ഭയങ്കര ബേജാറ് ഞങ്ങളെ ഒറ്റക്കാക്കി അവിടെ പോയിട്ട്. അതിൻ്റെ ഇടയിൽ സെപ്പ് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പ്ലേറ്റ് എടുത്തിട്ട് ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഷോ ആണ് നിങ്ങളപ്പം കണ്ടത്. നമ്മൾ അസരസ്കാരമൊക്കെ കഴിഞ്ഞ് 4:45 പണി തുടങ്ങുന്നത്. തുടങ്ങിയപ്പോൾ ഭയങ്കര പ്ലാനായിരുന്നു. സമൂസ, കട്ട്ലറ്റ്, ഉന്നക്കായ, വേറെ ഏതൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കിയിരുന്നു. നമ്മൾ മുന്നേ ഇതേമാതിരി കൂടുമ്പം ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ എടുക്കണത് ആദ്യമായിട്ടാണ്. സമൂസ, ഇവിടെ കട്ട്ലറ്റ്. സമൂസ ഉണ്ടാക്കുന്നു, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നു, സമൂസ ഉണ്ടാക്കും. ഒരു പ്ലേറ്റ് കൂടി വേണം. ഇതാണ് തൊള്ളും മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നോമ്പ് വെച്ച് കൊയങ്ങിക്കാണ് ഗൈസ്. അപ്പൊ ഇങ്ങനെയൊക്കെ വേണം വീഡിയോയില്. വെറും വോയിസ് ഓവർ മാത്രമല്ല കൊടുക്കുക, ഇങ്ങനൊക്കെ എടുക്കണം. ഇതവിടെ ക്ലിയർ ഉണ്ട്, പക്ഷെ ഇല്ല, ക്ലിയർ ഇല്ല. അല്ലാതെ ഇത് നമ്മളുടെ കളറൊന്നും അല്ല, നാച്ചുറൽ ഒന്നുമല്ല. സംഭവം ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാ. ഒന്നാമത് 6 മണി ആയിക്കണ്, പുറത്ത് മഴയുണ്ട്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ തീരെ ക്ലിയർ ഇല്ല. അപ്പം ഞാനിവിടെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് കൊയങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമൂസ ഉണ്ടാക്കുന്നുണ്ട്, കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സമൂസ പൊരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുരിഞ്ഞാണോ ഇങ്ങനെ പോയി കറണ്ട് ഇങ്ങനെ പോയി വന്ന് കളിച്ചോണ്ടിരിക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റൂല എന്നുള്ളത്. ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമില്ല. അപ്പോൾ അതൊന്നും ആവില്ല വിചാരിച്ച് കഷ്ടപ്പെടെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരിലേക്ക് എൻ്റെ വീട്ടിൽ സ്റ്റേ ആണ് ഗായ്സ്. ഞങ്ങൾ ഇന്ന് നോമ്പൊക്കെ തുറന്ന് തറാവിയൊക്കെ നിസ്കരിച്ച് നമ്മൾ കസ്റ്റാർഡൊക്കെ കഴിച്ച് സെറ്റാക്കി വെക്കാൻ പോകാണ് നമ്മൾ. എന്നിട്ട് മോർണിംഗ് ഇവർ പോകും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീട്ടിൽ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് കുറേ കൊല്ലമായി. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. പരിചയം കുറേ വർഷം, 10-20 വർഷം ഉണ്ടാവില്ലേ? 20 വയസ്സാ? 20 വർഷം പരിചയമുണ്ട്. ശരിക്കും നമ്മൾ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ഞാനും ഹനയും. പക്ഷെങ്കിൽ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിയത് ഇപ്പൊ ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഒരുമിച്ചൊരു ക്ലാസ്സിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതെ, ആർക്ക് ചാടാ? അല്ല, അനക്ക് ചാടാ, എനിക്ക് ചാടാ, രണ്ടാക്ക് ചാടേത്. അതായത് നമ്മൾ 8, 9, 10 പഠിക്കുമ്പോ നമ്മളൊരു അതെ കോൾഡ് വാർ ഒരു കോൾഡ് വാർ അല്ല പുറമെ
ഫ്രണ്ട്സ് ആണ് നമ്മള്. എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഞങ്ങൾ 4-5 പേര്. നമ്മൾ ഫ്രണ്ട് സർക്കിൾ. അതെ. അപ്പൊ നേരെ പട്ടിക്കാട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങൾ ശാന്തപുരം കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കണ്ടാ വർത്താനം പറയും ഭയങ്കര ഫ്രണ്ട്സ് ആ പോലെയൊക്കെ ആയിരിക്കും. ശരിക്കും ഇതിനെ കാണുന്നില്ലേ? പക്ഷെങ്കില് തിരിഞ്ഞ കുറ്റം പറയും, അങ്ങനെയായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് ആയപ്പോഴേക്കും നമ്മൾ ഈ ഒരു 2-3 ഗ്യാങ്ങുകളും അങ്ങ് സെറ്റായിട്ട് 8-9 ആൾക്കാർ ഒറ്റ ഗ്യാങ് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ വിചാരം നമ്മളാണ് സ്കൂൾ ഭരിച്ചിരുന്നത്. നമ്മളിങ്ങനെ ഡ്രസ് കോഡ് പോലെയൊക്കെ ക്യാൻവാസ് ഷൂസ് കിട്ടുമെന്ന് ഓർമ്മയില്ല. എല്ലാവരും ക്യാൻവാസ് ഷൂട്ട് ചെയ്തിരുന്നു. നമ്മള് ഭയങ്കര മെയിനാട്ടികളാവുന്നു, അങ്ങനെയായിരുന്നു. അയ്യോ, ടൂറൊക്കെ പോകുമ്പോൾ വിറ്റായിരുന്നു. അത് കഴിഞ്ഞ് +1 എത്തിയപ്പോൾ നമ്മളതിന് ടാബിന് വലിയ ടാബ് ഉണ്ടായിരുന്നു. അതും പിടിച്ച് നടക്കുമ്പോൾ ഒരു സാറ് പറഞ്ഞു, എന്നെ കാണാതായതല്ല, ഞാൻ പതുക്കെ ഇങ്ങനെ സൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പോൾ എന്താ പറയാ, സൂന്ന് പെട്ടെന്ന് ഇവര് മുന്നിൽ പോയപ്പോ ഞാൻ ബാക്കിലായി. അപ്പൊ ഇവര് ഞാൻ കാണാണ്ട് പോയി. അതിൽ സാറിന് ഒരു പലകയും പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയെ മൈസൂരിൽ അണ്ണന്മാരോടൊക്കെ പോയിട്ട് പലകയും പിടിച്ച് കൊടുക്കാം. വലിയ ടേബായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും. ഇവരെ വിചാരം ഞാൻ കാണാണ്ട് പോയി. വട്ടവർ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ +1 എത്തിയ സമയത്ത് നമ്മള് ഈ 9ന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വന്നു. അതായത് +1 പട്ടിക്കാട് സ്കൂളിൽ സയൻസ് എടുത്ത് വന്നു. ഞാനും ഹനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ നെഹല വീണ്ടും വന്നു. നെഹലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ കണ്ടാല് അത്ര ഉണ്ടായിരുന്നു. ട്യൂഷന് പോയ സമയത്ത് ഞാൻ കണ്ടപ്പോ 10ാം ക്ലാസ് +1 ട്യൂഷൻ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിന് ബസ് സ്റ്റോപ്പിൽ ബസ് എത്തിക്കുമ്പോ നെഹല അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊക്കെ +1 വേറെ ഗ്യാങ് ഉണ്ടായത്. ഞാനും ഹനിയ, പിന്നെ ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു. ഇതേപോലെ തന്നെ ഇവള് പരീക്ഷക്ക് കാണിച്ചു ഒന്നും തരില്ല. പരീക്ഷക്ക് എനിക്ക് നിങ്ങൾക്ക് അറിയോ കാര്യം, അതുവരെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അത് എപ്പോഴും എന്റെ മനസ്സിലായി നിൽക്കണമെങ്കിൽ അത് എനിക്ക് എത്ര ഹേർട്ട് ആയിട്ടുണ്ടാവും എന്ന് അറിയാം നിങ്ങൾക്ക്. ഞങ്ങളെ ഓർമ്മല്ല, അവൾ എന്റെ മുന്നിൽ അവളെ ഇരിക്കാൻ കാണിച്ചു തരാതെ ഇരുന്നത് അറിയോ. +1 എക്സാമിന് കൊല്ല പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിന് എൻ്റെ മുന്നിലെ നെഹല ഇരിക്കുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല എഴുതാനും. ഞാൻ ആകെ കിള്ളി പോയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നെഹല മാത്സ് പുല്ലിയ, അപ്പോൾ ഒക്കെ അറിയാം. അപ്പോൾ ഒരു തവണ ബാക്കിക്ക് തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ച് ചോദിച്ചാൽ അവള് പറഞ്ഞേക്കാരം. അതിൽ ഞാൻ വിളിച്ചിട്ട് വിളി പോലും കേൾക്കാൻ തിരിഞ്ഞു പോലും നോക്കാം. എനിക്ക് സങ്കടം വന്നു. എന്നിട്ട് ഈറൊക്കെ വന്നിട്ട് കുറേ വിളിച്ചപ്പോൾ തിരിഞ്ഞിട്ട് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. +1 +2 ഒക്കെ ഉണ്ടല്ലോ, മാത്സിൽ 200 മാർക്ക് ഉണ്ട്. 200 മാർക്ക്. അവളിനോട് പറയും ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഞാനും അനിയും നടന്നിങ്ങനെ പോകുമ്പോൾ അനിയോട് പറഞ്ഞൊക്കെ അറിയോ, അന്ന് ഞാൻ ഭയങ്കര പഠിക്കും. പഠിപ്പേന് ഇപ്പോഴും പഠിപ്പേനെ കേട്ടോ, അതൊന്നുമല്ല ഒന്നും പറയണ്ട. എന്നിട്ട് ഞാനും ഹനിയും തിരിച്ച് സ്കൂളിലെ എക്സാം കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ഞാനും അനിയോട് പറഞ്ഞു, വളരെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു, അനിയ ഞാൻ എനിക്ക് കാണിച്ചു തന്നില്ല, നിങ്ങളെന്ത് സാധന. അപ്പൊ അനിയനോട് തിരിച്ചറിയേ എനിക്കും അറിയാം അവൾ ഭയങ്കര സെൽഫിഷാ. അങ്ങനെ കുറ്റം പറഞ്ഞു നടത്തിയത് ഞങ്ങൾ 3 ആൾക്കാരാണ്. ആ കാണുന്നത് എത്ര 2017 നടന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ, കുറെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാരും കല്യാണം കഴിച്ചും പിന്നെന്താ അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോയി. പക്ഷെ നമ്മളിങ്ങനെ കുറവാ തോന്നുന്നുണ്ടല്ലേ. പറഞ്ഞു വേറിട്ടൊന്നുമില്ല. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ നമ്മൾ മേശമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഹനിയ കുറച്ച് ജ്യൂസ് മേശമ്മ കളഞ്ഞിക്കണ്, ആരും കാണാതെ എന്നിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഉന്നക്കായ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കി. കട്ട്ലറ്റും സമോസയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നുള്ള പിന്നെ നോമ്പ് തുറന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഹനിയെ ജ്യൂസ് ഒഴിച്ചതിൻ്റെ എഫക്റ്റ് കാരണം ബാക്കി ജ്യൂസ് ഞാനാണ് ഒഴിക്കുന്നോളെ കയ്യിൽ ഞാൻ പൊടിച്ച് വലിച്ച് വാങ്ങിയാലും നോമ്പ് തുറക്കുമ്പോഴത്തേനൊക്കെ കയ്യിൽ നിന്നൊക്കെ തോന്നി. ആൾക്കാർക്ക് 1 മാസം 1 ലക്ഷം 2 ലക്ഷം
ആരെ കൊടുക്കുക? അത് യൂട്യൂബ് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ മാധ്യമത്തിന്റെ പേപ്പറിൽ പരസ്യം കൊടുക്കണമെങ്കിൽ നല്ല പൈസ പരസ്യത്തിന് നല്ല പൈസ ഉണ്ട്. അതേപോലെ അതിലോരോ ഇതൊക്കെ തണുട്ടോ പിന്നെ നോക്കാത്തിക്കൂടെ പാവം കൊടുക്കാനോ കഴിക്കാം. ആണേ ഈ തണുപ്പിച്ചിട്ട് എന്തെങ്കിലും കിട്ടാന് നമുക്ക് കിട്ടുമോ? ചേട്ടാ കിട്ടുമോ? കിട്ടുമോ? പിന്നെ ഇവിടെ തന്നെ അവിടെ നോമ്പുണ്ടോ? പള്ളിക്ക് കഴിഞ്ഞില്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഒരു ദിവസം ആ പള്ളിക്ക് ഉണ്ടാവും. അതല്ല പള്ളിക്ക് നമുക്ക് തരിക്കഞ്ഞി പാടിയില്ല തരുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എത്ര സമൂസ ഉണ്ട് ഈ പല്ലിലൊക്കെ ഇത് കുറിച്ചോ? അത് സാരമില്ല, അത് കളയും. അത് കളയും. അത് കളയും. ഇല്ല അതിന്റെ കുഴപ്പമില്ല. ഇല്ല ഇങ്ങളില്ലേ ഞാൻ ഈ വിധമായി പഞ്ചാമത്തെ ഇതിലൊക്കെ പച്ചവെള്ളം വെച്ചിട്ട് തന്തളം വെച്ചിട്ട് പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് അത് ഉണ്ടായിക്കോട്ടെ. 1 2 ഇതിലൊരു 10-15 ഉണ്ടോ? 15 15 correct. ഉണ്ടോ? ഞാൻ ചോറാണോ 16 ഇതിൽ കിഴങ്ങ് ചിലര് വന്നിട്ടില്ലേ? ഇപ്പൊ എണ്ണക്കടിയൊക്കെ നിങ്ങൾ കരുതി ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കില്ല കലോക്ക് വന്ന സമയം ഉണ്ടാവുമല്ലോ അനിയ ഉണ്ടാക്കില്ല ഞാൻ ഉണ്ടാക്കും. പിന്നെ ജൂലിയൊക്കെ ഉണ്ടാക്കും. താഴെ ഓളും ഉണ്ടാക്കും. അനിയോ നായകനെ എന്തോ ചെറുക്കനെ കുട്ടി അതാകട്ടെ പെൺകുട്ടി അതാ കിട്ടി. അപ്പൊ തത്തഞ്ചാ പറ്റ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫാനിന്റെ പേടിയിട്ടാ? അല്ല ഒന്ന് സ്കൂളിൽ കുറച്ച് വന്നാൽ എന്നേ കൂടെ ഒരു സ്കൂളിൽ കളിച്ചു ഞാൻ സത്യം പറഞ്ഞതൊക്കെ തണുത്ത രസം ഉണ്ടാവില്ല. 4 പിന്നെ ഇപ്പൊ എത്ര സമയം നോക്കാം ഇപ്പൊ വാങ്ങാൻ 35 ആവും. എത്രയാവുന്നത് നീ അതൊക്കെ ഇതിൽ പൊടിച്ചല്ലേ കാണില്ല പറഞ്ഞേ. ഇതിനെ കൊണ്ട് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞത് അറ്റാക്കിയിരുന്നു. ഉണ്ടാക്കിയ കട്ട്ലറ്റ് സമൂസയൊക്കെ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കാലിയാക്കി. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. കാരണം മേലാണെങ്കിൽ പണിയെടുത്തിക്കണേ. അത് കഴിഞ്ഞപ്പോഴാണ് ഹനിയ ഓള് കണ്ട വിയേർഡ് സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളും കൂടെ ഒന്ന് കേട്ടോക്കെ. എനിക്കുള്ളൊരു കഴിവാണ്. എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ടല്ലോ. എനിക്കില്ല, എനിക്ക് പറക്കാന്ന്. പക്ഷെ ഞാൻ പബ്ലിക്കിലൊന്നും കാട്ടിയിട്ടില്ല. എങ്ങനെ വെച്ചാല് നമ്മൾ ഈ റബ്ബർ മന്ത കിടുമ്പോ ഇങ്ങനെ ഇട്ടാൽ ഞാൻ പൊന്നില്ല. അതേപോലെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിലത്തിങ്ങനെ കാലെടുത്ത് ഞാൻ പൊന്തും. മിന്നൽ ഹരിയ ഞാൻ ഇങ്ങനെ നേരെ കൂടെ പാറി പോണത് അങ്ങനെ കാണുന്നുണ്ട്. അതിട്ട് ഞാനിങ്ങനെ എപ്പോഴും വിചാരിച്ചു എനിക്കത് എല്ലാവരോടും പറയണം. എനിക്ക് ഇങ്ങനെ കഴിയും. ഞാൻ 5-6 വട്ടം കണ്ടിരിക്കണം. അപ്പൊ ഞാൻ റീല് കണ്ടിരുന്നടി എന്റെ സ്വപ്നത്തിൽ എപ്പോഴും പറയണ്ട ഒരു റീല് അതിൽ ആ പെണ്ണ് ഇങ്ങനെ കാണുന്നുണ്ട് പറയണത്. ഇതേപോലെ ഇങ്ങനെ പൊന്തും. ഒരു വള്ളത്തിൽ ഇങ്ങനെ പൊന്തുന്ന സാധനല്ലേ, അതേപോലെ ഞാൻ റിയലായിട്ട് പൊന്ത എന്നിട്ട് ഇങ്ങനെ പോവുക. അല്ലാ ശരിക്കും കാണുന്നുണ്ട്. മിന്നൽ ഹരിയ മിന്നൽ ഹരിയല്ല ഞാൻ അങ്ങനെയൊക്കെ കാണുന്നു. പിന്നെ ഞാൻ കലകാലത്ത് പപ്പനുണ്ടെങ്കിൽ അതെങ്ങനെ വെച്ചാല് മരിച്ച ആൾക്കാർ തിരിച്ചു വരുന്ന ഒരു ആചാരാണ്. അങ്ങനെ ഉണ്ട് ഒരു നാട്ടില്. അപ്പൊ സ്വപ്നത്തില് നമ്മൾ ശരിക്കും ശരിക്കും നമ്മുടെ നാട്ടിലെ സ്വപ്നം നാട്ടിലെ അങ്ങനെ ആചാരമുണ്ട്. മരിച്ച ആൾക്കാർ കുറച്ചൊരു ടൈം പീരീഡ് ചെയ്യാൻ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ ട്രെയിനിൽ ഫുള്ള് സൽക്കാരമാര് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇപ്പൊ തിരിച്ചു വരുന്ന ദിവസമാണ് വന്നത്. ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പറയാണ് നമ്മള് കുറെ വലുതായല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊപ്പാണ് ചോദിച്ചത് ഇന്നറിയോ അങ്ങനെ ചോദിച്ചത് ഇതൊക്കെ റിയൽ ആയിട്ടുള്ള സാധനം വരെ ഞാൻ കാണാം. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ജീപ്പിൽ വരിക അങ്ങനെ പിന്നെ കാണുന്നുണ്ട് തലവാണ്ടത്തെ വരാ ഓടിന്റെ വരല്ലേ അവിടെ അങ്ങനെ ഞങ്ങൾ നേരെ പായിട്ട് കിടക്കാം. പായിട്ട് കിടക്കാർക്ക് തരാം മമ്മൂട്ടി അടുക്കളന്റെ വാതിൽ തുറന്നാലേ കാണാക്കൺ മണിയില്ലോ അതേപോലെ അടുക്കളന്റെ വാതിൽ തുറന്നാൽ ഫുൾ അങ്ങനത്തെ സ്ഥലം അങ്ങനെ പൊട്ട സമയമാണ്. ലോജിക്കില്ലാത്ത റീല് കാണുവേ ഇങ്ങനെ എന്താ ബോട്ടിൽ പോകുമ്പോ പിന്നെ അത് ട്രെയിനിലോ ബസ്സിലോ പിന്നെ ട്രെയിനിൽ പോകുമ്പോ ആ സാധനം ഞാൻ അങ്ങനത്തെ കാണുന്നത്. ഇപ്പൊ പറഞ്ഞത്
അതാ കല്യാണത്തിനൊക്കെ ടവലൊക്കെ തലയിട്ട് അങ്ങനെയൊക്കെ അത് ശരിക്കില്ല അങ്ങനെ കണ്ടിരിക്കണേ. അങ്ങനെ ഈ പാർന്ന് ഞാൻ ഇടക്കിടക്ക് കാണും. അതിന്റെ ഒരു ടാലന്റ് അങ്ങനെയൊക്കെ. പപ്പനെ കാണുമ്പോ എനിക്കത് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. നല്ല റിയാലിറ്റി മീൻസ് ലൈക്ക് നമ്മള് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ എക്സ്പീരിയൻസ് നമ്മളെ ഓർമ്മകൾ ഉണ്ടല്ലോ, അതേപോലെ എനിക്ക് തോന്നുന്നത് പപ്പനെ കാണുമ്പോ ശരിക്കും അതേപോലെ എപ്പോഴും കാണുന്നുണ്ട്. ആ റീൽ എനിക്ക് മറ്റേ ഞാൻ അവളോട് പറയുന്നത് എപ്പോഴും കാണുമ്പോൾ ഞാൻ കയ്യില്. പിന്നെ നമ്മൾ ബിരിയാണി തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഇമ്മ വരേന്ന് ഞങ്ങൾ മൂന്നേരും പുറത്താക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ നമ്മളിരുന്ന് തിന്നുകയാണ്. ഇമ്മ അത്രയും കഷ്ടപ്പെട്ട് നോമ്പൊക്കെ നോറ്റുണ്ടാക്കിയ ബിരിയാണിയാണ്. ഉമ്മാൻ്റെ ബിരിയാണി സ്പെഷ്യലാണ്. വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ ബിരിയാണി. അപ്പോൾ ബിരിയാണിക്ക് ഹനിയൻ്റെ സ്പെഷ്യൽ ചിക്കൻ കടായും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിരുന്നിട്ടാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ തീർത്ത് കൊടുത്തു. അപ്പോൾ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റാർഡും കൂടെ കുത്തി കയറ്റുകയാണ്. നേരം 11 മണി 12 മണിയൊക്കെ ആവാനായിക്കണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിരുന്നിട്ടാണ് തിന്നണത്. നെഹല അതിൻ്റെ കുറേ ക്രിയേറ്റീവായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവണില്ല. അതിന് കളിയാക്കി ചിരിച്ചാണ് ഞാൻ. അപ്പോൾ നമ്മൾ ടയേർഡാണ്. നമ്മൾ മുന്നെടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.